ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൊച്ചുമക്കൾ, അതായത് ചെറുമക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവർക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറേ ബേക്ക്ഡ് കാര്യങ്ങൾ, കുറച്ച് സ്നാക്സ്, കേക്ക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യം, പുഡിങ് പോലെയൊക്കെ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം, ആദ്യത്തെ ഒരു 10-12 ദിവസം എനിക്ക് സുഖമില്ലാതെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും ഇല്ല ഇവിടെ, എങ്കിലും പറ്റുന്നൊരു ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഫ് പേസ്ട്രി മേടിച്ച് വെച്ചിട്ടുണ്ട്, സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ എന്താ പറയുക, മിൽക്ക് കേക്ക്, നമ്മുടെ ട്രസ്ലെച്ചസ് വേണമെന്ന് പറഞ്ഞു, അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പിന്നെ ജിഞ്ചർ ബ്രെഡിൻ്റെ ഷേപ്പിൽ, ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഷേപ്പിൽ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിഞ്ചർ ബ്രെഡ് കേക്കിനെക്കാട്ടിലും ബെറ്റർ ഞാൻ വിചാരിച്ചു ഹോട്ട് മിൽക്ക് കേക്ക് ആക്കാം. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഇന്ന് കുക്കിംഗ് ഡേ ആണ്, ബേക്കിംഗ് ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ആയിഷാണ് വളരെ ഉത്സാഹിച്ച് കൂടെ നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും, ഇനിഷ്യേറ്റീവോടെ. ബാക്കിയുള്ളവർ മോശമല്ല കേട്ടോ, ലയക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുക്കിംഗ് ആയിരിക്കും. അവസാനം ബാക്കി അതിൻ്റെ ഫൈനൽ ടച്ച്. തുടങ്ങിയാലോ? ആദ്യം ഒരു ട്രസ്ലെച്ചസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1.25 കപ്പ് മൈദമാവും, അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ ഏറ്റവും ഐഡിയലാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന്, ഒരു വിസ്ക് കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. 5 മുട്ട 2 വെച്ചിട്ടുണ്ട്, മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എടുക്കുന്ന പാത്രത്തിൽ വെള്ളം ഒട്ടും പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. ഇനി മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ച് പതപ്പിക്കാം. അപ്പോൾ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കുറേശ്ശെ 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫൈനലി നല്ല സ്റ്റിഫായിട്ട് വരണം. ആ എഗ് വൈറ്റ് നല്ല പതഞ്ഞ് നല്ല കട്ടിയായിട്ട്, എന്താ പറയുക, സൂപ്പ് പത പോലെ ആയി വരണം. കഴിഞ്ഞു. ഇനി മുട്ടയുടെ മഞ്ഞ അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കും ഒരു 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പം മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും കൂടി ചേർന്ന് നല്ലതായിട്ട് മിക്സായി നല്ല ക്രീമി ആൻഡ് ലൈറ്റായിട്ട് മാറണം. ഇതിപ്പോൾ ഏതാണ്ട് കളറൊക്കെ ലൈറ്റ് കളറായി കഴിഞ്ഞു, ക്രീമിയായി. ഇനി കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നു. വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരട്ടെ. എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സായി കഴിഞ്ഞു. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് തരം കുക്കിംഗ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഫ്ലേവർ ഇല്ലാത്ത എണ്ണ. ഞാനിപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഈ മുട്ടയുടെ കൂടെ എണ്ണയും എല്ലാം ചേർന്ന് വരുമ്പോൾ കുറച്ചുകൂടി ക്രീമി ആൻഡ് എന്താ പറയുക, ലൈറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/3 ഭാഗം ഈ മുട്ടയുടെ മഞ്ഞയുടെ ഈ അടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ചേർത്തിട്ട് കമ്പൈൻ ചെയ്ത് ഫോൾഡ് ഇൻ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലമായിട്ട് വേണ്ട, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നു ഈ ഒരു കൂട്ട്. ഇനിയാണ് ഇതിലേക്ക് മാവ് ഇടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ, മൈദ മാവ്, അതായത് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് അതും കൂടി ഇതിനകത്തേക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ചേർക്കേണ്ട, 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇതുപോലെ ഫോൾഡ് ഇൻ ചെയ്താൽ മതി. ഒരു ഉടൻ തവി വെച്ചിട്ടൊരു, എന്താ പറയുക, തടിത്തവിയാണ് ഏറ്റവും നല്ലത്. അധികം ബലം പ്രയോഗിക്കാണ്ട് സാവധാനം യോജിപ്പിക്കാം. അതായത് ഭയങ്കരമായിട്ട് പത അടങ്ങാത്ത രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, കുറേശ്ശെയാണ് മാവ് ചേർത്ത് ഇങ്ങനെ അത് മിക്സ് ചെയ്യേണ്ടത്. എല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയുടെ വൈറ്റിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതിയും കൂടി ചേർക്കാം.
അതായത് എഗ് വൈറ്റ് 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വീണ്ടും മുട്ടയുടെ വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചത് ചേർക്കുന്നു. അപ്പോൾ സാവധാനം ഫോൾഡ് ഇൻ ചെയ്യാം. പതയടങ്ങാത്ത രീതിയിൽ സാവധാനം ചെയ്താൽ മതി. ഇപ്പം തന്നെ കുറച്ച് ഫ്ലഫി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ബാക്കിയിരിക്കുന്ന എഗ് വൈറ്റിൻ്റെ അവസാന ഭാഗം, അതായത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാർട്ടും കൂടി ചേർക്കാം. വളരെ സാവധാനം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു സ്പോഞ്ചി ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ബേക്കിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. ബേക്കിംഗ് പാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ഡിഷിൽ കുറച്ച് വെണ്ണ തടവിയിട്ടുണ്ട്. കുറച്ച് കുഴിയുള്ളൊരു പാത്രമാണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഇതൊരു 170 ഡിഗ്രി ചൂടിൽ ഒരു 25 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. നോക്കിയിട്ട് 35 to 40 മിനിറ്റ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ബേക്ക് ചെയ്തെടുക്കാം. അതായത് മുകൾ ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറണം, ഉൾഭാഗം പാകത്തിന് വേഗവും വേണം. കേക്കെല്ലാം ബേക്ക്ഡ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെറ്റ് ക്ലോത്ത് നനച്ച് പിഴിഞ്ഞ് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, തണുക്കാനായിട്ട് വെക്കുമ്പോൾ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ട് വരാം. ഇപ്പം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ മുകളിലൊരു വെറ്റ് ക്ലോത്ത് ഇട്ടിരുന്നു. അപ്പോൾ മോൾ ഭാഗം നോക്കിയാൽ ടോപ്പ് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയ ഭാഗമൊക്കെ കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടില്ല, എന്ന് ചുരുങ്ങിയ മാതിരി ഒരു ഭാഗം നമ്മളിങ്ങനെ ഇളക്കി മാറ്റണം. അതൊരു സ്പൂൺ വെച്ചാകാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചാകാം, അതല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചാകാം. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ പോലും അത് ഇളകി വരും. ഈസി ആയിട്ട് അത് ഒരു ബ്രൗണിഷ് ആയിട്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ ടോപ്പ് ലെയർ ഇങ്ങനെ ഇളക്കി മാറ്റാം. ഞാനിപ്പോൾ ഫോർക്കും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സൈഡ്സൊക്കെ ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇനി ഫോർക്ക് വെച്ച് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. പല ഭാഗത്തായിട്ടും ഫോർക്ക് ഇങ്ങനെ കുത്തി, അതായത് നമ്മളിനി ഇത് ട്രസ്ലെച്ചസ് കേക്കാണ്. അപ്പോൾ ഒരു പാലിൻ്റെ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കും. അത് ഉള്ളിലേക്ക് കടന്നുപോയി ഈ ഒരു കേക്ക് നന്നായിട്ട് സോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും കുത്തി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള സോക്കിംഗ് സിറപ്പ് ഉണ്ടാക്കണം. അതൊരു പാല് കൊണ്ടുള്ളൊരു മിശ്രിതമാണ്. ഇവിടെ ഇങ്ങനെ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും ടിന്നിൽ. അതുപോലെ 2 ടിന്ന് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി. 410 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇങ്ങനത്തെ 2 ടിന്ന്. പിന്നെ കണ്ടൻസ് മിൽക്കിൻ്റെ 1 ടിന്നും ഉപയോഗിക്കും. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും ചേർക്കും, അതായത് ഡബിൾ ക്രീം. അപ്പോൾ ഒരു ജാറിലേക്ക് ആദ്യം തന്നെ 2 ടിന്നിലെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ആദ്യം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ ഇനി 1 ടിൻ കണ്ടൻസ് മിൽക്കിൻ്റെ അകത്തുള്ള ഭാഗം കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡബിൾ ക്രീമാണ്. ഡബിൾ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. ഇവിടെ ഡബിൾ ക്രീം എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമല്ലോ. അത് 1 കപ്പ് ചേർക്കാം. 3/4 മുതൽ 1 കപ്പ് വരെ ആകാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതിയോ 3/4 ഭാഗത്തോളം നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച്, കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കും, അത് ഉള്ളിലേക്ക് പോയിട്ടാണ് അത് സോക്കായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തിൽ കൂടുതൽ നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോയിക്കോളും. ഇനി വേണമെങ്കിൽ നൈഫ് കൊണ്ട് ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ ചെയ്ത് വെക്കാം, ഒരു ഷേപ്പാക്കി. നമ്മളിനി കട്ട് ചെയ്തെടുക്കുന്ന പോലെ. അപ്പോൾ അകത്തേക്ക് ഉള്ളിലേക്ക് അതെല്ലാം പോയി കഴിഞ്ഞു കേട്ടോ. ഒരു നൈഫും കൂടി കൊണ്ട് ഞാനിങ്ങനെ സ്ക്വയർ ഡിസൈൻസ് കട്ട് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് പാലിൻ്റെ മിശ്രിതം ഏതാണ്ട് നന്നായിട്ട് സോക്കായി പിടിച്ചു കഴിഞ്ഞു. കുറച്ച് നേരം, ഒരു അരമണിക്കൂറേ ഉള്ളൂ ഞാൻ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ട്. കാണുന്നുണ്ടല്ലോ. ഇനി ബാക്കിയിരിക്കുന്ന പാലിൻ്റെ മിശ്രിതത്തിൽ നിന്നും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതും ഉള്ളിലേക്ക് പോകട്ടെ. അപ്പോൾ ഇനി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് മിൽക്ക്. അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അഡീഷണലായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഏതാണ്ട് നമ്മൾ എടുത്ത പാലിൻ്റെ മിശ്രിതത്തിൻ്റെ 3/4 ഭാഗവും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് സമയം, 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതും കൂടി ഉള്ളിലേക്ക് പോയിട്ട് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറും. വായിലിട്ടാൽ അലിഞ്ഞ പോലെ ആകും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ.
കുതിർന്നൊക്കെ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ടോപ്പിങ് ഏറ്റവും മുകളിലായിട്ടുള്ളൊരു ക്രീം വെച്ചൊരു ടോപ്പിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ബൗളിലേക്ക് ഡബിൾ ക്രീം എടുക്കാം. ഏതാണ്ട് ഒരു എന്താ പറയുക 250 ml 200 ml എത്രയാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം കുറുകി ഇങ്ങനെ തിക്കായി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഐസിങ് ഷുഗറും കൂടി ചേർത്താലാണ് കൂടുതൽ നല്ലത്. കാര്യം അതിൽ ക്രീമിന് മധുരമില്ല. അതുകൊണ്ട് ഒരു 1/2 കപ്പോളം ഐസിങ് ഷുഗർ, 1/2 മുതൽ 1/4 കപ്പ് വരെ ആകാം, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം. അതേ നോക്കി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാസ്കപ്പോണി ചീസാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. മാസ്കപ്പോണി ചീസിന് പകരം ക്രീം ചീസ് ചേർത്താലും വളരെ ഗംഭീരമായിരിക്കും. ഒരു 200 ഗ്രാമിൻ്റെ ഒരു ഡബ്ബയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു മാസ്കപ്പോണി ചീസിൻ്റെ. അതും ഇതിനകത്തേക്ക് ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആക്കി എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ട്രസ് ലച്ചസിൻ്റെ ടോപ്പിങ്ങും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും നല്ല സോക്കായിരിക്കുന്ന കേക്ക് പുറത്തേക്ക് എടുക്കുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ തയ്യാറാക്കിയ ക്രീം ടോപ്പിംഗ് നിരത്തി ഇങ്ങനെ കോരി വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ ഗാർണിഷായിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഗാർണിഷ് കൊടുക്കണ്ടേ. അപ്പോൾ സ്ട്രോബെറി വെച്ച് ഗാർണിഷ് ചെയ്താലാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ വീട്ടിലിപ്പോൾ സ്ട്രോബെറി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. കുട്ടികളും നമ്മളെല്ലാവരും കഴിച്ചു തീർത്തു. അത് ഓർത്തില്ല കേട്ടോ ഇതിന് ഗാർണിഷിന് മാറ്റി വെക്കണം എന്ന്. അപ്പോൾ ബ്ലൂബെറീസും മക്കൾക്ക് വലിയ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ബ്ലൂബെറീസ് വെച്ചിട്ട് ആണ് ഇപ്പം ഞാൻ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗാർണിഷ് കുഴപ്പമില്ലല്ലോ. അലങ്കാരങ്ങൾ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അവർക്ക് ജസ്റ്റ് ഇതെന്താ പറയുക, ബ്ലൂബെറീസും ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇത് അതേപോലെ അടച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ലാക്കിയിട്ടാണ് കഴിക്കേണ്ടത്. നോക്കി ഇപ്പോൾ നല്ല ചില്ലായിട്ട് റെഡിയാക്കി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ. ഇനി ഇത് സെർവ് ചെയ്യുന്ന രീതി, ഇതിൻ്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ ഒരു പീസ് കുറച്ച് പാടായിരിക്കും കട്ട് ചെയ്തെടുക്കുക, പക്ഷേ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് അങ്ങോട്ട് ഈസിയാണ്. എങ്കിലും ലാസ്റ്റ് സൈഡിൽ നിന്നൊരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. നോക്കി ഇത് ടു സോഫ്റ്റാണ്, അത് പൊടിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റാണ്. ഭയങ്കര രസമാണ്, വയലറ്റിൽ അലിഞ്ഞു പോകും ഉള്ള ആ ഒരു ക്രീം ടോപ്പിങ്ങും ഒക്കെ ആയിട്ട്. എൻ്റെ ദൈവമേ, ഇതുപോലൊരു സ്വാദുള്ളൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. നല്ലൊരു പേസ്ട്രിയാണ് ഈ ഒരു ട്രസ് ലച്ചസ് എന്ന് പറയുന്ന ഒരു മിൽക്ക് കേക്ക്. ഓക്കെ, അപ്പോൾ അതിവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കും അശ്വിനും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പാർവതിക്ക് തന്നെ സ്വീറ്റ്സ് ഒന്നും വലിയ ഇഷ്ടമല്ല, എന്നാലും കുഞ്ഞുങ്ങൾക്കും അശ്വിനും ഒക്കെ ഇഷ്ടമാണ്. അപ്പം അത് മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പീസ് ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തത്. ഇനി കുറച്ച് പഫ് പേസ്ട്രി വെച്ചിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ മോള് കുറച്ച് പഫ് പേസ്ട്രി, റെഡിമെയ്ഡ് പഫ് പേസ്ട്രി ഷീറ്റ്സ് വാങ്ങാൻ കിട്ടും. ഇവിടെയെല്ലാം വളരെ ഈസിയാണ്. അത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ, അതിന് എക്സ്പയറി ഡേറ്റും ഉണ്ടാകും. അപ്പോൾ അതിവിടെ റെഡിയാണ്. അതുകൊണ്ട് ആദ്യം ഒരു സ്വീറ്റ് ഫില്ലിങ് തയ്യാറാക്കാം. ഒരു ആപ്പിൾ ഫില്ലിംഗ് ആണ്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണ ഉരുക്കിയെടുക്കാം. ഉരുക്കി തുടങ്ങി. ഇനി ഇതിലേക്ക് 2 ആപ്പിൾ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുത്താണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് ടെൻഡറായി തുടങ്ങും, വാടി തുടങ്ങും. ഇപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ 3-4 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഇതിനനുസരിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ബ്രൗൺ ഷുഗറും കൂടി ഉരുകി വന്നിട്ട് ആ ഒരു കളർ മാറി തുടങ്ങും. ഇനി ഇത് വേകാനായിട്ട് ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെറിയ തീയിലിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നോക്കിയ കളറൊക്കെ മാറി, ആപ്പിൾ കുറച്ച് കാണുമ്പോൾ അറിയാലോ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുഴഞ്ഞ പോലെയൊക്കെ ആയി വരും. എന്നാൽ കടിക്കാനുള്ളത് ഉണ്ടാകുകയും ചെയ്യണം. ടൈറ്റായി കിട്ടിയിട്ടുണ്ട്, ലൂസൊന്നുമല്ല, ആ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി പഫ് പേസ്ട്രി ഷീറ്റ് ഇങ്ങനെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ റോൾ ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ പേപ്പറിൽ നിന്നും അത് അൺറോൾ ചെയ്ത് നിവർത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേസ്ട്രി കട്ടർ കൊണ്ടോ ഇങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ തോന്നിയ പോലെയൊക്കെയാണ് ഞാൻ മുറിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു ഭാഗം ഇങ്ങനെ സ്ക്വയർ ഷേപ്സ് ആയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അങ്ങനെ ഓരോന്നിൻ്റെയും നടുക്കായിട്ട് ഇനി കുറച്ച് റിക്കോട്ട ചീസാണ് ഞാൻ വയ്ക്കുന്നത്. 1 ടീസ്പൂൺ റിക്കോട്ട ചീസ് വയ്ക്കുന്നു. അത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വയ്ക്കാം കേട്ടോ, ക്രീം ചീസ് വേണമെങ്കിലും വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആപ്പിൾ മിക്സ് കുറേശ്ശെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിലെ പേസ്ട്രി ഷീറ്റിനെ 4 സൈഡിൽ നിന്നും കോണോട് കോണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ അകത്തേക്ക് നോക്കിയേക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ തന്നെ വെക്കാൻ പറ്റും. മടക്കി 4 സൈഡിൽ നിന്നും അകത്തേക്ക് മടക്കുക. ഇതൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കട്ട് ചെയ്ത് വെച്ചാൽ വലിയ സ്ക്വയർസ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഫില്ലിങ് നിറയ്ക്കാം. അപ്പോൾ ബാലൻസ് ഇരിക്കുന്ന പേസ്ട്രി ഷീറ്റ് അത് നേരത്തെ എടുത്തതിൻ്റെ അത്രയില്ല, കുറച്ചുകൂടെ കുറവാണ്. അതിൻ്റെ ഒരു പോർഷനാണ്. അതിനെ കുറച്ചുകൂടി ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ടും റെക്റ്റാങ്കിളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ നിറച്ച് എനിക്ക് തോന്നിയ പോലെയൊക്കെ ഉള്ളൊരു ഷേപ്പിൽ വലുതും ചെറുതുമായിട്ടുള്ളൊരു ഡിസൈനായിട്ട്, ചിലതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുള്ളൂ, നമ്മൾ പഫ്സ് ഒക്കെ ചെയ്യണ മാതിരി. ചിലത് വേറൊരു ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ മാതിരിയൊക്കെ കുറച്ച് വെറൈറ്റി ഡിസൈൻസ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. ഡിസൈനിങ് ഡിഫറെൻ്റ് ആകുമ്പോൾ അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് അതേ നോക്കിയേ. ഇത് കംപ്ലീറ്റ് ഞാൻ ട്രേയിൽ ഇങ്ങനെ നിരത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു എഗ് വാഷ് കൊടുക്കുന്നു. അതായത് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മുടെ പേസ്ട്രി ബ്രഷ് വെച്ച് അതിൽ മുക്കി ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുന്നു. ദാറ്റ് ഈസ് എഗ് വാഷ്. ഇങ്ങനെ ചെയ്താൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കളറും കിട്ടും. ഗോൾഡൻ കളർ കുറച്ചുകൂടി എടുത്ത് കാണിക്കും. ഇനി ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് കയറ്റുന്നു. ഇത് കുറച്ച് പഫ്സ് ആണെങ്കിലും പഫ് പേസ്ട്രി കൊണ്ടുള്ള ഏത് കാര്യമാണെങ്കിലും നല്ലതായിട്ട് ഇങ്ങനെ പൊള്ളി വരാനായിട്ട് നല്ല ഹൈ ഹീറ്റിലാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 210 ടെമ്പറേച്ചറിൽ 10 or 220 12 മുതൽ 15 മിനിറ്റ് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ബൊർമയിലൊക്കെ നല്ല ചൂട് ബൊർമയിലല്ലേ പഫ്സൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് പഫ് പേസ്ട്രി എപ്പോഴും ഹൈ ഹീറ്റിലാണ് ബേക്ക് ചെയ്യേണ്ടത്. ദേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് പഫ് പേസ്ട്രി, സ്വീറ്റ് പഫ് പേസ്ട്രി സ്നാക്ക് വന്നു കഴിഞ്ഞു. പഫ് പേസ്ട്രിയുടെ സ്വീറ്റ് സ്നാക്ക്. ഓക്കെ, എല്ലാം പല പല കളറിലും ഷേപ്പിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് നല്ല അടുക്കുകളായിട്ട്, അതായത് പഫ് പേസ്ട്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല പല ലെയേഴ്സ് ഉണ്ട്. കഴിക്കാനും ഭയങ്കര നല്ലതാണ്. നല്ല ക്രിസ്പി അതിൻ്റെ ഉള്ളിലൊരു സ്വീറ്റ് ഫില്ലിങ്, ആപ്പിളിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് പഫ് പേസ്ട്രിയുടെ രണ്ടാമത്തെ ഒരു റോളും കൂടി ഞാൻ പുറത്തേക്ക് എടുത്തു ഫ്രിഡ്ജിൽ നിന്നും. അതിൻ്റെ അകത്തേക്ക് വേറൊരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 6 ചിക്കൻ സോസേജസ് വലുതാണ് എടുത്തു. അതിൻ്റെ ഉള്ളിൽ, കാര്യം കുഞ്ഞുങ്ങൾക്ക് സോസേജസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഓരോ സോസേജിൻ്റെയും ഔട്ടർ കവറിങ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ ചിക്കൻ ഫില്ലിങ് മാത്രമായിട്ട് എടുക്കാം. ഇതിന് ഓൾറെഡി കുറച്ച് ഫ്ലേവറിങ് ഒക്കെ ഉള്ള കാര്യമാണ്. ഉപ്പൊക്കെ ചേർത്താണ് വരുന്നത്. ഒരു ഫോർക്ക് കൊണ്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മാഷ് ചെയ്ത് മിക്സ് ചെയ്യാം. ആ ഷേപ്പൊക്കെ മാറിയിട്ട് ഒരു എന്താ പറയുക, ഒരു ചിക്കൻ്റെ ഒരു മാഷ് പോലെ ഇങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കൂടുതൽ കാര്യമൊന്നും ചേർക്കുന്നില്ല. മസ്റ്റേർഡ് പേസ്റ്റ്, ഡിജോണിൻ്റെ മസ്റ്റേർഡ് പേസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1-1.5 ടീസ്പൂണോ വേണമെങ്കിൽ ചേർക്കാം. ഉപ്പൊന്നും എക്സ്ട്രാ വേണ്ട. അത് ഓൾറെഡി ഉപ്പും എല്ലാ ഫ്ലേവേഴ്സും ചേർന്ന് വരുന്നതാണ്. കുറച്ച് പെപ്പറിൻ്റെ ടേസ്റ്റും എല്ലാം വരും ഇതിനകത്ത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പൈസ് അപ്പ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും, ഈവൻ ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും ഞാനിപ്പോൾ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് റെഡി. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് റോൾ ഓഫ് റെഡിമെയ്ഡ് പഫ് പേസ്ട്രിയെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ബട്ടർ പേപ്പറിൽ നിന്നും പാച്ച്മെൻറ്റ് പേപ്പറിൽ നിന്നും ഇങ്ങനെ അൺറോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ പഫ് പേസ്ട്രിയിൽ നിന്നും ഒരു റൗണ്ട് മോൾഡ് ഉപയോഗിച്ചിട്ട് വട്ടമാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ റൗണ്ട് മോൾഡ് നമ്മുടെ ഉണ്ടെങ്കിൽ ഓക്കെ, കുക്കി കട്ടർ പോലെ. പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് കപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു വട്ടം അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് സെറ്റപ്പ്. എന്നിട്ട് ഒരു മഫിൻ ടിൻ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. 6 കുഴികളുള്ള മഫിൻ ടിന്നാണ്. അതിൻ്റെ അകത്തേക്കാണിത് എടുത്ത് വെക്കേണ്ടത്.
അപ്പോൾ മാക്സിമം റൗണ്ട്സ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി 6 റൗണ്ട്സാണ് ഞാനിപ്പോൾ ആദ്യം കട്ട് ചെയ്തത്. 6 റൗണ്ട്സ് എന്ന് പറയുമ്പോൾ 6 കുഴിയുള്ള മഫിൻ ടിന്നാണ്. അപ്പോൾ അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് അത് നന്നായിട്ടൊന്ന് അമർത്തി സൈഡ്സ് ഒക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു കപ്പ് ഷേപ്പ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക്. ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ് നിറയ്ക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ചിക്കൻ ഫില്ലിങ് റെഡിയാണല്ലോ. അത് ഓരോ ടേബിൾ സ്പൂണാണ് നിറയ്ക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ട ഇങ്ങനെ 2ആയിട്ട് കുറുകെ മുറിച്ചാണ്, നടുകയല്ല, കുറുകെ മുറിച്ചത് ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കാം, ഉണ്ണി അകത്തേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതേ പ്രോസസ്സാണ് ബാക്കി ഇരിക്കുന്ന 5 മഫിൻ കുഴികളിലും ചെയ്യാൻ പോണേ. ഇനി അടുത്ത ബാക്കിയിരിക്കുന്ന പേസ്ട്രി ഷീറ്റിൻ്റെ ഒരു പകുതിയല്ലേ നമ്മൾ എടുത്തുള്ളൂ. ആ ബാക്കി പകുതി ഇതുപോലെ റൗണ്ടായിട്ട് 6 റൗണ്ട്സ് ആ കപ്പ് വെച്ച് തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ വലിപ്പം പോലെ ഇച്ചിരി കൂടെ വട്ടം വേണം. അതുകൊണ്ട് നമ്മൾ ഓരോന്നിനെയും ഒന്ന് റോളിംഗ് പിൻ വെച്ച് ഒന്ന് പരത്തുകയാണ്, കുറച്ചുകൂടെ വട്ടം കൂട്ടിയെടുക്കാനായിട്ട്. കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്ട്രി റൗണ്ട്സ് മഫിൻ ടിന്നിനകത്തിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഈ നമ്മളിപ്പോൾ പരത്തിയെടുത്ത് റൗണ്ട് എന്താ പറയുക പേസ്ട്രി ഷീറ്റ്സ് വെച്ച് അടച്ചിട്ട്, ഒരു അടപ്പ് പോലെ അടച്ചിട്ട് കവറിങ് ആണ് നമ്മുടെ. എന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന നോക്കിക്കോളൂ, ഫിംഗേഴ്സ് കൊണ്ട് തന്നെ എഡ്ജസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും കൂടി തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടാനാണ് താഴത്തെ കവറിങ്ങും താഴത്തെ ആ ഒരു പേസ്ട്രിയുടെ റൗണ്ടും മേളത്തെ ആ കവറിങ്ങും വെച്ചിട്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കവർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ലതായിട്ട് പ്രസ്സായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബാക്കി വന്ന പേസ്ട്രി ഷീറ്റ്സ്, ഷേപ്പ്ലെസ് ആയിട്ട് കുറേ ഷീറ്റ്സ് അവിടെ ഇങ്ങനെ വട്ടം എടുത്തപ്പോൾ സൈഡ്സിൽ നിന്നൊക്കെ എക്സ്ട്രാ വന്നല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ നീളത്തിലുള്ള പീസസൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ പല ഷേപ്പൊക്കെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്, പ്രസ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, അതിൽ പ്രസ്സായിരിക്കും. ചെറിയ ഡിസൈൻ പോലെ എൻ്റെ മനോധർമ്മം അനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, കാണാനൊരു ലുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു എഗ് വാഷ് നേരത്തെ ചെയ്ത പോലെ മുട്ട പതച്ചത് ജസ്റ്റ് ഒന്ന് അടിച്ച് ബീറ്റ് ചെയ്തത് അത് നമ്മുടെ പേസ്ട്രി ബ്രഷിൽ മുക്കി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും കളറും ഒക്കെ കിട്ടും നമ്മുടെ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഹീറ്റിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 210 അല്ലെങ്കിൽ 220 12 to 15 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആകണം ഇതിൻ്റെ ടോപ്പ് പോർഷൻ. നല്ല ക്രിസ്പി ആൻഡ് ഗോൾഡൻ ആൻഡ് നല്ലൊരു ഗ്ലേസിങ്ങും വരും. അന്നേരമാണ് ഇത് റെഡിയെന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് കാണിക്കാം. നോക്കിയേ, ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു, റെഡിയാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് ഫില്ലിങ്ങും ഒരു മുട്ടയുടെ പകുതിയുണ്ട്, മീറ്റുണ്ട്, ചിക്കനുണ്ട് അല്ലേ, നല്ല ചിക്കൻ മീറ്റാണ്. അത് നല്ല യമ്മി ആയിരിക്കും. കഴിക്കുമ്പോൾ ഒരു ഹോൾസം വയറ് നിറയും. നമ്മളൊരു പഫ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. ഇത് പക്ഷേ ഒട്ടും സ്പൈസി ആയിട്ടല്ല കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്, കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്. പക്ഷേ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ സ്പൈസപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഫില്ലിംഗ് ആയിട്ട് എക്സ്ട്രാ ചേർക്കാം. നിറച്ച് ചില്ലി ഫ്ലേക്സും അതും ഇതും ഒക്കെ ചേർക്കാം. കൂടുതൽ പെപ്പർ വേണമെങ്കിൽ അതൊക്കെ ഇടാം. അപ്പോൾ നല്ല ഫ്ലേക്കി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു പഫ്സ് പോലത്തെ പഫ്സ് തന്നെയാണല്ലോ പഫ് പേസ്ട്രി എന്ന് പറയുമ്പോൾ. അതിൻ്റെ ആ എക്സ്റ്റീരിയറും അകത്ത് നിറച്ച് ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക പഫ് പേസ്ട്രി സ്നാക്ക് ഇസ് റെഡി. ഓക്കെ, ആയുഷിന് വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോണു. ആയുഷ് അത് കൂടെ ഇത് സഹായിക്കും. ആയുഷ് മോനൊരു ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഷേപ്പിലൊരു കേക്ക്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് പാല്. യെസ്, ദിസ് ഈസ് വൺ ഓഫ് വ്ളോഗ്.
And this is going to be the butter. Okay. Ayush പഠിക്കുവാണ്. Ayush കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യാം. 100 grams of butter. Okay. And a half cup of milk, and we'll have to heat it. Hi. ഹിമ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ വ്ളോഗിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ഹീറ്റ് ചെയ്യണം. അത് എടുത്ത് വെക്കുന്നു. ബൗളിലേക്ക് 2 മുട്ട. യു ക്യാൻ ഡു ദിസ്. See Ayush, come see. Mama is putting sugar little by little. Okay. Now we have to put some flour. We have taken 1 cup of flour, right? Here. Yes, it's ready. We have already measured and kept. Milk and butter is getting ready. ആയിഷൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് മിനി ജിഞ്ചർ ബ്രെഡ് മാൻ ഉണ്ട്, ഒരു വലിയ മോൾഡും ഉണ്ട്. Fine, and Daddy and Mommy could have this one. Yeah. Daddy, Mommy. It's Daddy, Mommy. Oh, all of you are there. എല്ലാവരും ഉണ്ടെന്ന്. Mummy, Daddy, Laya, Yuan, Vian and Ayush. 6 ginger bread man. Okay. See, I'm pouring some vanilla essence into this. Okay, 1 teaspoon. That would be nice. 1 teaspoon. Okay. The eggy smell will go. See, Mama is putting the flour. Okay, now we are going to put... It's not on, so the video doesn't record. Yeah, see this? This is the hot milk with the butter. Ole! Oku padikano. Avadare vilichondu nadakku paavam. See, our mom is properly mixing it. Yes, ini idu mold like oyikam. See, Ayush, we are going to put it in the mold. Transferring to the mold. What if it goes on this side? Which one? Which one you need to fill first? This one? This one maybe? Okay. It will come up, okay. You just have to put half. So this is Mummy, Daddy, Yuan, Rian, and Ayush. Okay. Right? Yeah, but there's When it gets baked, it becomes a little more bigger. Okay, double size. So we are going to fill the balance batter in a big mold. അങ്ങനെ ജിഞ്ചർ ബ്രെഡ് മാൻ ഈസ് റെഡി. ചെറുതും വലുതും ഒക്കെ റെഡി. ഇനി ഇത് ഡിമോൾഡ് ചെയ്യണം. ദിസ് ഇസ് ആയുഷ് തമ്പി, എൻ്റെ ആദ്യത്തെ ചെറുമകനാണ്. മൈ ഫസ്റ്റ് ഗ്രാൻഡ് സൺ, പാർവതി രാജുവിൻ്റെ മകൻ. അപ്പോൾ ഒരാളെ കാണുന്നു. And what you want to say? You learned how to make a cake with what is it? Gingerbread. Gingerbread mold, pattern. But the cake is a hot milk cake. Oh. Did you like it? Yep. Yeah. There's spots on this bowl. Yes, we are going to demold it. It's very hot, but still.
Okay. Are we doing it now? Yeah, we'll do it now. Okay. Okay. Bye-bye. Bye-bye. Thank you. Say thank you also. Thank you for watching. Oh, thank you for watching. Sandoshai. Yeah, we are going to demold Okay. it. And then what do Yeah, we do? see? Wow. Wow. Did you It like looks it? a bit burned up. No, it's It's a it's bit hot. burned. No, that's a color. Okay. Oh, then why is it black on his head? That's a color. It's slightly. No, The other one which is now we are going to do the small ones also. We'll just. there's a big brown one. Oh. No, it's not coming out like that. So we could push it. Yeah, we'll push one by one. Wow, small baby. Tiny. How many babies did it have? 6. Yeah, six. We counted 6. But then, no, he has 2 babies. And then the two babies is, had children. Okay. And their children was 4 of them. 4 children, just like you. Yeah. The triplets and Ayush. Yeah. The triplets and their big brother, you could say. Yeah, triplets and the big brother. Gingerbread man, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഉണ്ടാക്കിയത്. I love it. Myself and Ayush. Wait, there's another one. Where's it gone? No, correct. See. 3, 4, 5, 6. Are we allowed to eat them? Yeah, nice, no? Yeah. Now you can eat. I'll give you. It's very hot, but still you can eat. Later. Later. Yeah. Or when it cools down. Okay. No, you can eat it. It's cool. Okay. Now, 1 minute. Yes. Which one you want? I'll have anyone. Best one? Yes. Which is the... Yeah, this is nice. I think the shape is correct. Mm, Mo ngay ka mo na? Yeah. Hi, Mr. Gingerbread. Oh, I fell into a pun. Help me. How is it? Nice? No. Liked it? Not beautiful. Oh, right. I can only roll. ഇഷ്ടമായി. Okay. ട്രിപ്ലറ്റ്സ് എല്ലാം കിടക്കാൻ പോയി, എല്ലാവരും ഉറങ്ങാൻ പോയി. ആയുഷ് മാത്രമുണ്ട് ഇവിടെ എനിക്ക് പോയിട്ട്. ആയുഷും കൂടി ചേർന്ന് ഞങ്ങളൊരു കേക്ക് ബേക്ക് ചെയ്തു. അപ്പം ഇന്ന് മുഴുവൻ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുവായിരുന്നു. ജിഞ്ചർബ്രെഡ് മാനായിരുന്നു ഒരു ഡിമാൻഡ്. യു വാണ്ട് വൺ മോർ കേക്ക് ഫോർ ലൈക്ക് ദാറ്റ് കപ്പ് കേക്ക്. വാട്ട് വാസ് ദ നെയിം? ദാറ്റ് ഈസ് There's a Gruffalo one. ഗ്രഫലോ കേക്കിന്റെ ഒരു റെസിപ്പി കൊണ്ട് എനിക്ക് തന്നിരിക്കുകയാണ്. അത് ഉണ്ടാക്കാനായിട്ട്. That will happen tomorrow. Yeah, that will happen tomorrow. If I have time. Yes, if he has time. മോന് സമയം കിട്ടുകയാണെങ്കിൽ നാളെ ചെയ്യാതെ പറയും. Okay. Now, how is it? You liked it? Yeah. ഇഷ്ടമായി. Thank you for watching, and I hope you can make another cake for after tomorrow. Oh, say bye. Bye. പാർവതി ഇറങ്ങട്ടെ. സ്നോ ഫ്ലേക്സ്. ഓ കാറ് മൊത്തം വാവ് സ്നോ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇറങ്ങുന്നു. ഓക്കെ, ഏർലി മോർണിംഗ് 4 മണി സമയം. 4 ഇപ്പോൾ 5 മണിയായി ഏകദേശം. വരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുന്നത്, ഏർലി മോർണിംഗ് അവേഴ്സ്, ബിക്കോസ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സ്നോ വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇപ്രാവശ്യത്തെ ആദ്യത്തെ സ്നോ ആണ്. പക്ഷെ പ്രഡിക്ഷൻസ് പറയുന്ന ഭയങ്കര സ്നോയിങ് ആണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം ശക്തമായ മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ റോഡ്സിലൊക്കെ മഞ്ഞിങ്ങനെ കൂടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഐസൊക്കെ ഫോം ചെയ്തിട്ട് ഭയങ്കര സ്ലിപ്പറിയാണ് ഈവൻ ദ ഹൈവേസ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോകണം. കുറച്ച് സമയം എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ വളരെ സൂക്ഷിച്ച് അശ്വിൻ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് വിടുകയാണ്. അങ്ങനെ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട്
ഡ്രോപ്പ് ചെയ്തിട്ട് അശ്വിൻ തിരിച്ചു പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് മിസ്സായി എന്നല്ല പറയുക, ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. പ്രൊസീജിയർ ഇവിടെ വളരെ ടഫാണ്. കാര്യം ഈ ഒരു എയർപോർട്ട് കുറച്ച് അത്ര വലിയ ഫ്രണ്ട്ലി എയർപോർട്ട് അല്ല മാഞ്ചസ്റ്റർ എയർപോർട്ട്. ഇത് പിന്നെ ഞങ്ങളുടെ കൂടെ കുഞ്ഞും നമ്മുടെ കുറേ ബാഗേജും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ വരെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ക്യാൻസലാകുന്ന വിവരം അറിയുന്നത്. കാര്യം എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ വെതർ കണ്ടീഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്നും അനൗൺസ്മെൻറ്റ് വന്നു. കാര്യം റൺവേ കംപ്ലീറ്റ് സ്നോ കൊണ്ട് മൂടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു അനിശ്ചിതത്വമാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകണം. സ്നോ ചതിച്ചു. സ്നോ ആഗ്രഹിച്ചിരുന്നല്ലേ സ്നോ, പക്ഷേ സ്നോ ചതിച്ചു. നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു. അശ്വിനും പാർവതിക്കാരനും എല്ലാവരും വറീഡായി. അയ്യോ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമല്ലേ. കാര്യം നമ്മൾ ഇന്ന് തിരിച്ച് പോകണം എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് അപ്രതീക്ഷിതമാണ്. അറിയായിരുന്നു വെതർ കണ്ടീഷൻ മോശമാണെന്നെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസലാകുമെന്ന് വിചാരിച്ചില്ല. ഒരു പക്ഷേ ഡിലേഡ് ആകുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എങ്കിലും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടാക്സി പിടിച്ച് അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വന്ന് പിക്ക് ചെയ്യേണ്ട ഈ വെതർ കണ്ടീഷനിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടാക്സി പിടിച്ച് തിരിച്ചു പോകണം. ഒരുപാട് ബാഗേജ് ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കിനിൽ നിന്നും തിരിച്ച് ഞങ്ങളെ പുറത്തേക്ക് വിടുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കൂടെയുള്ള പാസഞ്ചേഴ്സും ഞങ്ങളുടെ ചെക്കിൻ ബാഗ് തന്നെ ഒരു 3 എണ്ണം ഉണ്ട്. 2 കുഞ്ഞിൻ്റെയും കൂടി ചേർത്തിട്ട്, പിന്നെ അല്ലാണ്ട് ഹാൻഡ് ബാഗേജസ്, പിന്നെ എന്താ പറയുക സ്ട്രോളർ എല്ലാം കൂടി ഹെവിയാണ്. തിരിച്ചുള്ള വീട്ടിലേക്ക് മടങ്ങുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി തന്നെ മാറിക്കഴിഞ്ഞു. കംപ്ലീറ്റ് മരങ്ങളിലും റോഡിലും ബിൽഡിങ്സിലും ഒക്കെ സ്നോ കൊണ്ട് മൂടി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു വ്യത്യസ്തമായ കാഴ്ച. അപ്പോൾ തിരിച്ച് ഞങ്ങൾ കുറച്ച് വിഷമത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചു പോണേ. അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മളിവിടെ എത്തി. റൂമിൽ നിന്നുള്ള മനോഹരമായ വ്യൂ. സോ ഫ്രം അവർ റൂം, അശ്വിൻ്റെ കാർ. ഓക്കെ. ആൾക്കാർ ഡോഗിനെ കൊണ്ട് ഏത് മഞ്ഞത്തടയിൽ നടക്കും. അത് നോക്കുവാന് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഞങ്ങളുടെ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. തിരിച്ച് പോകാൻ പറ്റാത്തതിൽ അതിയായ പ്രശ്നമുണ്ട്. ഇന്നത്തെ ഫ്ലൈറ്റ് നാളെയോ മറ്റന്നാളോ ഇനി പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്, വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട്. എൻ്റെ പല പരിപാടികളും മുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും ഈ ഒരു സംഭവം ഇത് കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര കുളിർമ. ഏർലി മോർണിംഗ് പോയപ്പോഴേ ഭയങ്കര സ്നോയിങ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുന്നു. അശ്വിൻ ഞങ്ങളെ വീണ്ടും എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോവാണ്. ഞങ്ങളുടെ ക്യാൻസൽ ചെയ്ത ഫ്ലൈറ്റ് അടുത്ത ദിവസം ഉച്ചയ്ക്ക്, മറ്റേ ഏർലി മോർണിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുവാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും എയർപോർട്ടിലേക്ക് പോകണു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം എന്തെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസൽ ആകാണ്ട്, ഇച്ചിരി ഡിലേഡ് ആയാലും കുഴപ്പമില്ല, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മുടെ ഒരുപാട് പ്ലാനുകൾ അല്ലെങ്കിൽ തെറ്റും. തിരിച്ച് നാട്ടിലെത്തിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പോണത്. ദൈവമേ ഫ്ലൈറ്റ് ക്യാൻസലാകരുതേ എന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ്. എന്തായാലും ഇന്നലത്തെ അത്ര മഞ്ഞൊന്നുമില്ല, എങ്കിലും റോഡൊക്കെ ഇപ്പോഴും സ്ലിപ്പറി ആൻഡ് ഒരു റെയിൻ കഴിഞ്ഞ് മഞ്ഞ് കുറേ ഉരുകി പോയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം പോയി, എങ്കിലും തണുപ്പും വളരെ കൂടുതലാണ്. മഞ്ഞിൻ്റെ അറ്റ്മോസ്ഫിയർ ഇന്നലത്തേനെക്കാട്ടി ബെറ്റർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൺവേ ഒക്കെ അവർ ക്ലിയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലെത്തി. വീണ്ടും ഈ പ്രാവശ്യം ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകുമെന്ന് തന്നെ വിചാരിക്കുന്നു, ക്യാൻസലാകാണ്ട് ടേക്ക് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ സന്തോഷം. നല്ല കുറേ ദിവസങ്ങൾ ചിലവഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സ്നേഹത്തിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.